ഞാൻ കെ യു ഷാജി ശർമ്മ. ഇന്നിങ്ങനെ ഒരു വീഡിയോ വരാൻ കാരണം പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ നടത്തുന്ന ഒരു ആഭരണ കടയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചില വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ ദിയ കൃഷ്ണ നടത്തുന്ന ആ ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്ന 3 സ്റ്റാഫുകൾ അവർ ഒരുമിച്ച് ജോലി നിർത്തുകയും ഒരുമിച്ച് തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ ദിയ കൃഷ്ണകുമാറും ഒക്കെ ചേർന്നുകൊണ്ട് ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി, ലക്ഷക്കണക്കിന് രൂപ ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തു എന്ന നിലയിൽ അവരൊരു പരാതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊരു പത്രസമ്മേളനം നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ദിയ കൃഷ്ണ എന്ന് പറയുന്ന ആ പെൺകുട്ടി നടത്തുന്ന ആ സ്ഥാപനം, അതിൽ 3 ജോലിക്കാരെ അവർ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ദിയ കൃഷ്ണ ഗർഭിണിയാണ്, ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ കടയിലേക്ക് എല്ലാ ദിവസവും വരാൻ കഴിയില്ല. അപ്പോൾ അതനുസരിച്ച് അവർ വീട്ടിലാണ്. എപ്പോഴെങ്കിലുമൊക്കെ അത്തരം ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായമാണ്. സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആ സമയത്ത് ഇവരെന്ത് ചെയ്തു വെച്ചാൽ, കടയുടെ QR കോഡോ അക്കൗണ്ട് നമ്പറോ വെച്ചുകൊണ്ട് പണം കളക്ട് ചെയ്യാതെ ഈ 3 സ്റ്റാഫ് അംഗങ്ങളും അവരുടെ പേഴ്സണലി QR കോഡിലേക്ക്, അക്കൗണ്ട് നമ്പറിലേക്ക് അവർ പണം വാങ്ങുകയും, മാസങ്ങളായിട്ട് അങ്ങനെ പണം വാങ്ങുകയും, അത് ദിയ കൃഷ്ണയുടെ സഹോദരിയുടെ സുഹൃത്തുക്കൾ ആ കടയിൽ വന്ന് ഈ സാധനങ്ങൾ വാങ്ങിയ സമയത്ത് ഇതുപോലെ അക്കൗണ്ട് മാറി ഈ സ്റ്റാഫിൻ്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചപ്പോൾ അവർക്കൊരു സംശയം തോന്നുകയും അത് അവർ ദിയ കൃഷ്ണയുടെ അനുജത്തിയുമായി പങ്കുവെക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, മാസങ്ങളായി അവരുടെ കടയിലേക്ക് വരേണ്ട തുക, എമൗണ്ട്, ബിസിനസ് ചെയ്ത് കിട്ടുന്ന പണം കൃത്യമായി അവരുടെ അക്കൗണ്ടിൽ വരുന്നില്ല, അത് സ്റ്റാഫുകളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് എന്ന്. സ്വാഭാവികമായിട്ടും ഞാനായാലും നിങ്ങളായാലും ഏതൊരു മുതലാളി ആയാലും പ്രതികരിക്കുക എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ആണെങ്കിൽ കുറച്ച് കടുത്ത പ്രതികരണം ഉണ്ടാവുക. അവരായതുകൊണ്ട് അത് മാന്യമായി പ്രതികരിച്ച് അവർ വിളിച്ചു വരുത്തി ഈ കാര്യം ചോദിച്ച സമയത്ത് അവർ സറണ്ടറായി, ആ തെറ്റ് അവർ സമ്മതിച്ചു. അതിൻ്റെ വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട്, നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലെ 2 പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ ഏകദേശം 8 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. കേസ് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവരുടെ തെറ്റുമാപ്പും പറഞ്ഞ് അവർക്ക് പറ്റിയ തെറ്റ് ഇനി തിരുത്താം, ഇനി ഒരു വിഷയം ഉണ്ടാവില്ല എന്ന നിലയിലൊക്കെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ച് പോയ ആളുകളാണ്. അപ്പോൾ അത് വെച്ച് കൃഷ്ണകുമാർ എന്തായാലും ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ, സിനിമാ നടനായിട്ടുള്ള കൃഷ്ണകുമാർ പരാതി കൊടുത്തു പോലീസിൽ. പക്ഷെ പോലീസ് ആ പരാതി എടുത്തില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരാതിക്കാരി, അതായത് ഈ പണം കട്ടെടുത്ത അല്ലെങ്കിൽ പണം തട്ടിപ്പ് നടത്തിയ ആളുകൾ സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്ത് പോലീസ് അതിനെതിരെ പെട്ടെന്ന് നടപടിയെടുത്തു. അതിൻ്റെ പിറകിൽ രാഷ്ട്രീയമാണ്. കാരണം കൃഷ്ണകുമാറിൻ്റെ പൊളിറ്റിക്കലാണ് അതിൻ്റെ പിറകിലുള്ളത്. കൃഷ്ണകുമാർ BJPയുടെ ചുമതലപ്പെട്ട ഒരു കാര്യകർത്താവാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ മറവിൽ പോലീസും അല്ലെങ്കിൽ അതിൻ്റെ പിറകിൽ പ്രവർത്തിക്കുന്ന ചില ആളുകളും ഇതിൽ രാഷ്ട്രീയം കൂടി കലർത്തിക്കൊണ്ട് അവരുടെ കുടുംബത്തെ കരിവാരിത്തേക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രവർത്തനം നടത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ പെൺകുട്ടികൾ നടത്തിയ പത്രസമ്മേളനം കണ്ടാൽ അറിയാം, ആരോ പറഞ്ഞു കൊടുത്ത് അതുപടി വന്ന് അവിടെ വിളമ്പുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന മുതലാളിയായാലും സ്വാഭാവികമായിട്ട് ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ ചക്കരെ പൊന്നെ എന്നൊന്നും വിളിക്കാറില്ല, കടുത്ത ഭാഷയിൽ തന്നെയാണ് പ്രതികരിക്കുക. ചിലപ്പോൾ പല തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. കാരണം 10-25 ലക്ഷം രൂപ നഷ്ടപ്പെട്ട ഒരു ഓണർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ മനോവിഷമം അവിടെ ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയവുമില്ല. എന്ന് വെച്ച് 3 സ്റ്റാഫുകളെ ജാതീയമായി അധിക്ഷേപിച്ചു,
ജാതീയമായി അധിക്ഷേപിക്കേണ്ട കാര്യം എന്താണ്? ദിയാകൃഷ്ണൻ തന്നെ അത് പറയുന്നുണ്ട്. കാരണം ജാതീയമായി അവരെ കൊള്ളാത്ത ആളുകളായിരുന്നു എങ്കിൽ ഇവരെ ജോലിക്ക് എടുക്കുമ്പോൾ തന്നെ ആ ജാതി അന്വേഷിച്ച് വേണ്ടാന്ന് വെച്ചാൽ പോരെ. അപ്പോൾ ജാതിയല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ കട്ടതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ബോധപൂർവം ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ കലർത്തുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കേരളത്തിൻ്റെ പൊതുസമൂഹം മാറിയിരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ കളവിൽ നിന്ന് രക്ഷ നേടാൻ ആരോ ഉണ്ടാക്കിക്കൊടുത്ത ആസൂത്രിതമായ ഒരു തിരക്കഥയാണ് രാഷ്ട്രീയം, ജാതി, മതം. അവർ തന്നെ പുറത്തുവിട്ട വീഡിയോയിലും ദിയാകൃഷ്ണ പുറത്തുവിട്ട വീഡിയോയും ഒക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ അറിയാം അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളത്. ഒരു തൊഴിൽ ശാല കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് സംരംഭം കൊണ്ടു നടക്കുന്ന 4-5 സ്റ്റാഫ് മുതൽ 100-150 സ്റ്റാഫ് വരെയുള്ള പല സ്ഥാപനങ്ങളും കൊണ്ടു നടക്കുന്ന ആളുകൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടറിയാം. ഒരാളായാലും 5 ആളായാലും 10 പേരായാലും ഒരു ബിസിനസ് സംരംഭം കൊണ്ടു നടക്കുന്ന ആ മുതലാളിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഓണറിൻ്റെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടാണ് ഒരു സംരംഭം കൊണ്ടു നടക്കുന്നത്. അതിനെയാണ് വളരെ നിഷ്ഠൂരമായി 3 പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ തകർക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. എന്ന് വെച്ചാൽ കട്ടെടുത്ത പണത്തെക്കുറിച്ച് അറിയാതിരിക്കാൻ 3 പേരും ഒരുമിച്ച് ആസൂത്രിതമായ തിരക്കഥയിലൂടെ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ദിയാകൃഷ്ണനെതിരെ വന്നിട്ടുള്ള അല്ലെങ്കിൽ കൃഷ്ണകുമാറിനെതിരെ വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഈ വിവാദം. എന്തായാലും ജാതീയമായി ഞാൻ ആക്ഷേപിച്ചിട്ടില്ല എന്നാണ് ദിയാകൃഷ്ണൻ പറഞ്ഞത്. മാത്രമല്ല അവർ പറഞ്ഞൊരു ഉദാഹരണം, അവരുടെ അച്ഛൻ നായരും അമ്മ ഈഴവത്തിയും ദിയാകൃഷ്ണൻ്റെ ഭർത്താവ് ബ്രാഹ്മണനുമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വീട്ടിലെല്ലാം ഉണ്ട്. അപ്പോൾ അത്തരം ജാതീയമായ വേർതിരിവ് കാണിക്കാനാണെങ്കിൽ അവരെ ജോലിക്ക് എടുക്കാതിരിക്കാമായിരുന്നു. അപ്പോൾ അത് കള്ളമാണ് എന്ന് നമുക്ക് അതിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാവും. മറ്റൊന്ന്, ഈ പത്രക്കാർ ഇത്ര ആവേശം കൊള്ളുന്നു, പ്രത്യേകിച്ചും മീഡിയ വൺ പോലെയുള്ള പത്രങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആവേശം കൊള്ളുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ പിറകിൽ കൃഷ്ണകുമാറാണ്. കൃഷ്ണകുമാർ BJPയുടെ ദേശീയ സമിതി അംഗമായിരുന്നു, അവിടുത്തെ കാൻഡിഡേറ്റായിരുന്നു. അപ്പോൾ കൃഷ്ണകുമാറിന് BJP എന്ന ലേബലിൽ തകർത്ത് കളയാം. എന്നാൽ ഇതിൽ ചില പത്രക്കാർ അതിൻ്റെ പിറകിൽ കൊടുമ്പിരി കൊണ്ട് അതിനെ വാർത്തയാക്കുന്നു. അപ്പോൾ വാർത്തയുടെ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ അതിൻ്റെ പിറകിലുള്ള ആളുകളുടെ ജാതിയും മതവും രാഷ്ട്രീയവും നോക്കി മാത്രം പ്രതികരിക്കുന്ന ഈ പ്രവണത കേരള ജനതയ്ക്ക് ഭൂഷണമല്ല, കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഭൂഷണമല്ല എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.